അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ചെറുപ്പശ്ശേരിക്കാരുണ്ടെങ്കിൽ ആ സുജിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയോക്ക്, ചിലപ്പോൾ ആശം മുങ്ങിയിട്ടുണ്ടാവും. ഇതെല്ലാരും കൂടി മെനക്കെട്ടത് ഇവനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് അകത്തിടാനുള്ള വകുപ്പുണ്ട്. അമ്മാതിരി പണി ആട്ടിട്ടൊക്കെ പോണത് ഞാൻ പറയാനുള്ളൂ. പിന്നെ എന്തായാലും ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയുമൊന്നുമല്ല. ഇട്ട് കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തോന്നുന്നു. ഞാൻ എന്തായാലും ഇതിന് 500 രൂപ പോയി അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ അതിൻ്റെ ലീഗലായുള്ള വശങ്ങളിലൂടെ പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ അറിയുന്നൊരു കസിൻ ഞങ്ങളുടെ ഒരു ഇവിടെ പോലീസ് സ്റ്റേഷൻ SP ആണ്. ആളുമായിട്ട് ഇതുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. 4 മണിക്കാണ് ആളുടെ മീറ്റപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ നിങ്ങളോട് പറയാം. ഏത് സുജിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം താട്ടക്ക് ഒരു മാല എടുത്ത് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ട് നമ്മൾ റിയാക്ട് ചെയ്തത് നമ്മളെ മല്ലു ഫാമിലിയിലെ സുജിന്റെ അണ്ടിക്കുറപ്പുള്ള വ്യക്തിയാണെങ്കിൽ ചെറുപ്പശ്ശേരിക്ക് പോട്ടെ, ചെറുപ്പശ്ശേരി സുജിന്റെ വീട്ടിൽ പോട്ടെ. സുജിൻ തെറി വിളിച്ചിട്ടുണ്ട്, മല്ലു ഫാമിലി സുജിൻ തെറി വിളിച്ചിട്ടുണ്ടോ? അത് ഓൻ തന്നെ പറയുന്നുണ്ട്. ഓന്റെ വീഡിയോ നിങ്ങൾ കണ്ടിനാ? ഓന്റെ യൂട്യൂബ് ചാനൽ പോയി നോക്കി. ഓൻ തെറി വിളിച്ചിട്ടുണ്ടോ? അത് ഓൻ തന്നെ പറയുന്നുണ്ട്. അത് ഓനെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അങ്ങോട്ട് വിളിച്ചത്. അതാരായാലും വിളിക്കും, അത് ഞാനായാലും വിളിക്കും. ഇങ്ങോട്ട് വിളിച്ച് തിരിച്ചങ്ങോട്ടും വിളിക്കും. ഈ ചെങ്ങായിന്റെ സ്ഥിരം ഡയലോഗ് ഉണ്ട്, അത് കേട്ടാലോ? ഭാര്യയും ഭർത്താവും പെങ്ങളും കൂടെ ഈ ഉടായ്പ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ ഞാൻ എന്നോട് ഒരു കാര്യം ചോദിച്ചോ പോട്ടെ, ഈ ഗെയിം കളിച്ചോ? ഇല്ല. എന്റെ പൈസ പോയോ? ഇല്ല. പിന്നെ എന്തൊക്കെ ഇപ്പോ? അങ്ങനെ അവർ പ്രൊമോട്ട് ചെയ്ത് ഇത് കണ്ട് അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം പോയ കുറെ പേര് ചേർന്നുകൊണ്ട് ഇപ്പൊ സുജിനെതിരെ കേസ് കൊടുക്കാനൊക്കെ പോവുകയാണ്. മിക്കവാറും നാട്ടുകാർ സുജിന്റെ വീട് വളയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബാക്കി മല്ലു ഫാമിലിത്തെ സുജിനെതിരെ ആരാണ് പരാതി കൊടുത്തത്? ഏത് പോലീസ് സ്റ്റേഷൻ? അതും കൂടി പറയാ. അതെന്താ നിങ്ങൾ പറയാത്തെ? അണ്ടിക്കുറപ്പുള്ള ആരാണെങ്കിലും സുജിന്റെ വീട് വളയിട്ട് ഒന്ന് കാണണം. അപ്പൊ ബാക്കിയുള്ള ഇമാതിരി ഉടായ്പ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിന് ഒരു താക്കീതൊന്നും കൂട്ടിയാൽ മതി. നിങ്ങൾക്കും ഇതേ പണി തന്നെ വരുന്നുണ്ട്. ഇമാതിരി ഉടായ്പ ഗെയിമുകളൊന്നും കളിക്കരുതെന്നും ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നമ്മൾ താഴേക്ക് 40 വട്ടം പറഞ്ഞു. നിങ്ങൾ എങ്ങനെ പറയും ഇത് ഉടായ്പ ഗെയിമാണെന്ന്? നിങ്ങൾ ഈ ഗെയിം കളിച്ചോ? നിങ്ങൾക്ക് പൈസ പോകുന്ന പേരുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കണ്ട. കളിക്കുന്നവന് കളിച്ചോട്ട്, കളിക്കാത്തവന് കളിക്കണ്ട. മനസ്സിലായോ? യുവന്മാരുടെയൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ 10,000 5,000 മലയാളികളാണ് കയറിയിരിക്കുന്നത്. ഇപ്പൊ പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞോട്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയും മണ്ടന്മാരുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് എനിക്കിത് മനസ്സിലായി വരുന്നത്. എല്ലാത്തിന്റെയും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഈ ഗെയിം കളിക്കുന്നോട് എങ്ങനെ മണ്ടന്മാരാവുക? ആൾക്ക് ഗെയിം കളിക്കാൻ താല്പര്യം ഈ കളിക്കണ്ട, അത്രേ ഉള്ളൂ.